ഇത് നമ്മുടെ എന്യൂമറേഷൻ ഫോറമാണ്. ഇതിന് 3 പാർട്ടുകൾ ഉണ്ട്. ഈ ഒന്നാം പാർട്ടിൽ 2025 വോട്ടർ പട്ടികയിൽ നമ്മളെക്കുറിച്ചുള്ള വിവരമാണ് പൂരിപ്പിക്കേണ്ടത്. ഈ വിവരം മുകളിൽ പ്രിന്റ് ചെയ്തിട്ടുണ്ട്. എന്നിരുന്നാലും പൂരിപ്പിക്കണം. മലയാളത്തിലാണ് പൂരിപ്പിക്കേണ്ടത്. നമ്മുടെ പേരിന്റെ സ്പെല്ലിംഗ് ഇംഗ്ലീഷിൽ കൂടി എഴുതുന്നതിൽ തെറ്റില്ല. പൂരിപ്പിക്കാൻ വളരെ കുറച്ച് വിവരങ്ങളെ ഉള്ളൂ. 1 ജനന തീയതി, 2 ആധാർ നമ്പർ, ഇത് നിർബന്ധമല്ല, 3 മൊബൈൽ നമ്പർ, 4 പിതാവിന്റെ പേര്, ഗാർഡിയന്റെ പേര് ആയാലും മതി, 5 പിതാവിന്റെ എപ്പിക് നമ്പർ. എപ്പിക് എന്ന് വെച്ചാൽ ഇലക്ഷൻ ഫോട്ടോ ID കാർഡ് എന്നാണ്. ഈ കാർഡിന് ഒരു യുണീക് നമ്പർ ഉണ്ടായിരിക്കും, അത് എഴുതണം. ഇതും കമ്പൽസറി അല്ല, ഉണ്ടെങ്കിൽ എഴുതാം. 6 മാതാവിന്റെ പേര്, 7 മാതാവിന്റെ ID കാർഡ് നമ്പർ, 8 പങ്കാളി ഉണ്ടെങ്കിൽ പേര്, 9 പങ്കാളിയുടെ ID കാർഡ് നമ്പർ. ഇനി താഴെ 2 കോളങ്ങൾ കാണാം. അവിടെ ആദ്യ കോളത്തിൽ നിലവിലെ വോട്ടേഴ്സ് ലിസ്റ്റിൽ ഉൾപ്പെട്ടിരിക്കുന്നവർ അവരുടെ വിവരം ആ പട്ടിക നോക്കി എഴുതണം. ഈ രണ്ടാം ഭാഗത്ത് നമ്മുടെ പേര് 2002 വോട്ടർ പട്ടികയിൽ ഉൾപ്പെട്ടിരുന്നതിന്റെ വിവരങ്ങളാണ് എഴുതേണ്ടത്. 2002 നമ്മുടെ അവസാന വോട്ടർ പട്ടിക പരിഷ്കരണം നടന്നത്. അന്ന് നമ്മൾ ആ വോട്ടർ പട്ടികയിൽ ഉൾപ്പെട്ടിരുന്നെങ്കിൽ അതിലെ വിവരമാണ് രേഖപ്പെടുത്തേണ്ടത്. അന്ന് ഉൾപ്പെട്ടിരുന്നു എന്നത് ജെനുവിൻ വോട്ടർ എന്നതിന് തെളിവായിരിക്കും. അതെഴുതിയാൽ അവർക്ക് പിന്നീട് ഹിയറിംഗിലൊന്നും ഹാജരാകേണ്ടി വരില്ല. 38 വയസ്സിന് മുകളിലുള്ളവർക്ക് മാത്രമേ ഇത് ബാധകമാകൂ. ഇതിനെ മാപ്പിംഗ് എന്നാണ് പറയുന്നത്. ഇനി 38 വയസ്സുള്ളവർ 2002 വോട്ടർ പട്ടികയിൽ ഉൾപ്പെട്ടിരുന്നില്ല എന്നിരിക്കട്ടെ. അപ്പോഴാണ് അവർ ജെനുവിൻ വോട്ടർ ആണെന്ന് തെളിയിക്കേണ്ടി വരുന്നത്. അപ്പോഴാണ് മൂന്നാമത്തെ കോളത്തിന്റെ പ്രസക്തി വരുന്നത്. അവർ ഒരു ബന്ധുവിന്റെ വിവരം വെച്ച് തെളിയിക്കും. 2002 പട്ടികയിൽ ഇല്ലാതിരിക്കുകയും എന്നാൽ നമ്മുടെ ബന്ധുക്കൾ ആരെങ്കിലും 2002 ആ പഴയ പട്ടികയിൽ ഉണ്ടായിരിക്കുകയും ചെയ്താൽ അവരെ വെച്ച് മാപ്പ് ചെയ്യും. അവരുടെ വിവരം ഈ മൂന്നാം കോളത്തിൽ എഴുതിയാൽ മതി. ബന്ധു എന്ന് വെച്ചാൽ പിതാവ്, പിതാവിന്റെ പിതാവ്, മാതാവ്, മാതാവിന്റെ മാതാവ്, മക്കൾ, ചെറുമക്കൾ എന്നിങ്ങനെയുള്ള ലീനിയൽ ഡിസെൻഡന്റ്സ്, ലീനിയൽ ആൻസിസ്റ്റർ എന്നിവരെയാണ് ബന്ധുവായി കണക്കാക്കുന്നത്. ഈ മെത്തേഡിനെ പ്രോജനി എന്നാണ് പറയുന്നത്.